സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറച്ചുപേര് നിലത്ത് വീഴുന്നതാണ് കാണിക്കുന്നത് കേട്ടോ. അതുപോലെ 2020 എന്നെഴുതിയത് ബാക്കിലേക്ക് റിവൈൻഡ് ചെയ്ത് 2019 എന്നെഴുതി കാണിച്ചിട്ടാണ് എപ്പിസോഡ് 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടക്കത്തിൽ കാണിക്കുന്നത് നാം എന്ന് പേരുള്ളൊരു കള്ളനെയാണ്. ആളീ സ്ത്രീകൾക്കൊക്കെ വിവാഹ വാഗ്ദാനം നൽകി അവരുടെ കയ്യിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അടിച്ചു മാറ്റുന്ന ഈ വിരുദ്ധനെ പറ്റി ഒരു പോലീസുകാരൻ ആളുടെ കൊളീഗിനോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. ആളെ പിടിക്കാനാണ് ഇവർ പോകുന്നത്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് കേട്ടോ. ആളുടെ പേര് ജിയോങ് ജൂൻ എന്നാണ്. നമുക്ക് ജിയോങ് എന്ന് വിളിക്കാം. ആള് നടന്നു പോകുമ്പോൾ മറ്റൊരാളായിട്ട് തട്ടി ജിയോങ്ങിന്റെ ഫോണിന്റെ സ്ക്രീൻ മൊത്തം പോവാണ്. താൻ എന്ത് പണിയാടോ കാണിക്കുന്നേ എന്ന് ജിയോങ് ചോദിക്കുമ്പോൾ തട്ടിയ പുള്ളി കുറച്ച് ക്യാഷ് അങ്ങ് വലിച്ചെറിഞ്ഞു പോകുന്നു. ഇത് കാണുന്ന ജിയോങ് ആളെ അങ്ങനെ വെറുതെ വിടുന്നില്ല. താൻ ആള് കൊല്ലാലോ, തനിക്ക് സോറി പറയാൻ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇയാൾ ജിയോങ്ങിനെ അടിക്കാൻ നോക്കുകയാണ്. ഈ ടൈമിൽ നേരത്തെ കാണിച്ച പോലീസുകാരില്ലേ, അവര് വന്നിട്ട് ഇയാളെ അറസ്റ്റ് ചെയ്യാണ്. ഇത് കാണുന്ന ജിയോങ് നീ എന്തിനാ ഇവൻ അറസ്റ്റ് ചെയ്തേ എന്ന് ഈ പോലീസുകാരനോട് ചോദിക്കുന്നു. അതായത് നമ്മുടെ നായകൻ ഒരു പോലീസുകാരനാണ് കേട്ടോ. എന്തായാലും ജിയോങ്ങിന്റെ കൊളീഗ് ആളുടെ പേര് ലീസങ് എന്നാണ്. അപ്പൊ നീ ഇത് ആരാണെന്ന് അറിയാതെയാണോ പിടിച്ച്? ഇടയിൽ നമ്മൾ അന്വേഷിക്കുന്ന ഫ്രോഡ് ആണെന്ന് തിരിച്ചു പറയുകയാണ്. ആളുടെ ഗേൾഫ്രണ്ടിനെയും ഇവർ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ജിയോങ് ആണെങ്കിൽ അതിന് അവന്റെ മുഖം ഇതല്ലല്ലോ എന്ന് ഡൗട്ട് അടിച്ച് ചോദിക്കുമ്പോൾ ലീസങ് അല്ല നീ എന്താ ഈ വേഷത്തിൽ എന്ന് തിരിച്ചു ചോദിക്കുന്നു. ജിയോങ് ആണെങ്കിൽ അയ്യോ മറന്നു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ടം വെക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ നായികയാണ് കാണിക്കുന്നത്. ഇവളുടെ പേര് ഷിങ്കായുൻ എന്നാണ്. നമുക്ക് ഗായുൻഷി എന്ന് വിളിക്കാം. ആൾ ഈ വെബ്ടൂൺ ഒക്കെ ഇല്ലേ, ഈ കാർട്ടൂൺ ഒക്കെ പോലെയുള്ള ക്രൈം നോവൽ എഴുതുന്ന ഒരു സെലിബ്രിറ്റിയാണ്. ആളൊരു മോളിലെ അവളുടെ പുതിയ ബുക്കിന്റെ റിലീസിംഗ് ആയി വന്നിരിക്കുകയാണ്. അവിടെയുള്ള അവളുടെ ഫാൻസിനൊക്കെ ഇവൾ ഓട്ടോഗ്രാഫ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരാള് ഞാനൊരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഗായുൻഷി അവളുടെ സെക്രട്ടറി ഒന്ന് തുറച്ചു നോക്കുകയാണ്. സെക്രട്ടറി ആണെങ്കിൽ സെൽഫി ചോദിച്ച ആളെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു. മാളിലെ പരിപാടി 15 മിനിറ്റ് കൊണ്ട് അവസാനിക്കില്ലേ, ഇനി ആൾക്കാരെ കടത്തി വിടേണ്ട എന്ന് ഗായുൻഷി പറയുമ്പോൾ സെക്രട്ടറി മാനേജറോട് ഇനി ആരെയും കടത്തി വിടേണ്ട എന്ന ആക്ഷനിലൂടെ പറയുകയാണ്. ഈ ടൈമിലാണ് നമ്മുടെ നായകൻ ഈ ഓട്ടോഗ്രാഫിന് വേണ്ടി അവിടെ ഓടിക്കതച്ച് എത്തുന്നത്. ഇതേ ടൈമിൽ തന്നെ അവിടെ മറ്റൊരുത്തൻ ഇതുപോലെ ബുക്കുമായിട്ട് ഓട്ടോഗ്രാഫിന് വേണ്ടി വരുന്നത് കാണുമ്പോൾ അവന്റെ മുന്നിൽ എത്താൻ വേണ്ടിയിട്ട് ജിയോങ് അങ്ങ് സ്പീഡിൽ ഓടുന്നത് ഒരു കോമഡി രൂപേണ കാണിക്കുന്നുണ്ട്. അങ്ങനെ സ്പീഡിൽ ഓടി ഫ്രണ്ടിൽ എത്തുന്നതും മാനേജർ ഒരു റിബൺ വലിച്ചങ്ങ് കെട്ടി അത് ക്ലോസ് ചെയ്യുന്നതും ഒരുമിച്ചാണ്. ജസ്റ്റ് മിസ് നമ്മുടെ നായകൻ ഓട്ടോഗ്രാഫ് കിട്ടുന്നില്ല. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ ആ ഫ്രോഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്. അതായത് ആളുടെ ഫേസിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്തതുകൊണ്ടാണ് ഇവർക്ക് ഈ ഫ്രോഡിനെ ഇത്രയും കാലം കണ്ടുപിടിക്കാൻ കഴിയാഞ്ഞത്. ഇയാളുടെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ നീ പോലീസ് പിടിക്കില്ല എന്നല്ലേ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഈ ഫ്രോഡ് ഇടി നീ ഹോസ്പിറ്റലിൽ CCTV ക്യാമറ മാറ്റാനായിരുന്നു എന്ന് പറയുകയാണ്. അതായത് ഈ ഫ്രോഡിന്റെ ഗേൾഫ്രണ്ട് ഒരു നേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഇവളുടെ സഹായത്തിൽ രഹസ്യമായിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഇവർ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്തത്. ഇത് കണ്ടുപിടിച്ചതാണെങ്കിലോ പോലീസ് ഗ്യാങ്ങിലുള്ള ചെറിപ്പം കൊളീഗാണ് കേട്ടോ. അതിനാളെന്നെ ലീസങ് അഭിനന്ദിക്കുമ്പോഴാണ് അവിടേക്ക് ജിയോങ് വരുന്നത്. ഇന്നെനിക്ക് ജസ്റ്റ് മിസ്സിനാണ് ഓട്ടോഗ്രാഫ് പോയതെന്ന് പറയുന്ന ജിയോങ്ങിനോട് ഡേ ടൈമിൽ ഓട്ടോഗ്രാഫ് വാങ്ങാനാണോ നീ പോയത് എന്ന് ലീസങ് ചോദിക്കുന്നു. ഞാനതിന് 2 മണിക്കൂർ ഓഫ് പറഞ്ഞിരുന്നു. ആ ടൈമിലാണ് ഓട്ടോഗ്രാഫ് വാങ്ങാൻ പോയത്. അതിന് തൊട്ട് മുന്നേ വരെ ഞാൻ എല്ലാ പ്ലേസിലും ദൈവന്റെ ഫോട്ടോ കാണിച്ച് അന്വേഷിച്ചിരുന്നു. പക്ഷെ ആള് പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഫേസ് മാറ്റിയെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾ എനിക്ക് അയച്ചില്ലല്ലോ എന്ന് ജിയോങ് പറയുമ്പോൾ ഇവരുടെ സാർ അവിടേക്ക് വന്ന് അല്ല അപ്പൊ ആളെനെ ആരാദ്യം പിടിച്ചു എന്ന് ചോദിക്കുന്നു. അത് ഞാൻ ആദ്യം പിടിച്ചു എന്ന് ജിയോങ് പറയുമ്പോൾ ലീസങ് നീയോ, നിനക്കതിനാളെ മനസ്സിലായില്ലല്ലോ, ഞാനല്ലേ വിലങ്ങ് വെച്ചേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ജിയോങ് അയ്യടാ വിലങ്ങ് വെക്കാൻ ആളെ പിടിച്ചു നിർത്തിയതാരാ, ഞാനാ എന്നൊക്കെ പറഞ്ഞ് ഇവരവിടെ തമാശയ്ക്ക് ഒരു ഫൈറ്റ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ നമ്മുടെ ജിയോങ് വീട്ടിലെത്തുമ്പോൾ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. അതായത് ആളെ ഒരു കേസിന്റെ ഭാഗമായി നമ്മുടെ ജിയോങ് മുന്നേ പിടിച്ചിട്ടുണ്ട്. ആൾക്ക് ആ കേസിൽ 7 വർഷത്തെ തടവും കിട്ടിയിട്ടുണ്ട്. ജയിലിൽ നിന്നിറങ്ങിയതിനു ശേഷമാണ് ഇയാൾ അറിയുന്നത് തനിക്ക് ബ്രെയിൻ ട്യൂമറാണ്, അധികകാലം ജീവിക്കാൻ കഴിയില്ല എന്ന്. അങ്ങനെ താൻ മരിക്കാൻ പോവുകയാണെങ്കിൽ എന്നെ ജയിലിലാക്കിയ ആൾക്കാർ അങ്ങനെ സുഖിക്കേണ്ട എന്ന് പറഞ്ഞ് ശിക്ഷ വിധിച്ച ജഡ്ജിനെയും ഇയാൾക്കെതിരെ വാദിച്ച വക്കീലിനെയും കൊലപ്പെടുത്തിയിട്ടാണ് ഇപ്പോൾ ഇയാൾ ജിയോങ്ങിന്റെ അടുത്ത് എത്തിയിരിക്കുന്നത്. ജിയോങ്ങിനെ ഗണ്ണ് ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോൾ ജിയോങ് ആകെ പേടിക്കുന്നുണ്ട്. അതുപോലെ ഗണ്ണ് പിടിച്ചു പറിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ജിയോങ്ങിനെ ഇയാൾ ഷൂട്ട് ചെയ്യുന്നു. നിന്നെ ഞാൻ കൊല്ലുന്നില്ല, അങ്ങനെ പെട്ടെന്ന് മരിച്ചാൽ അതൊരു സുഖമില്ല, മരിക്കുന്നത് വരെ നീറി ജീവിക്കണം, അതിന് ഞാനൊരു ഗിഫ്റ്റ് വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇയാൾ അവിടെ നിന്നും പോകുന്നു. ജിയോങ് ആണെങ്കിൽ ആ വെടിയേറ്റ കാലുമായി എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി സെർച്ച് ചെയ്യുമ്പോൾ ആളുടെ എല്ലാമായ ഫ്രണ്ട് നേരത്തെ കാണിച്ച ആളിലെ ലീസങ് ആള് കൊലപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇത് കാണുന്ന ജിയോങ്ങിന് സഹിക്കാൻ കഴിയുന്നില്ല. കാരണം താൻ ചെയ്ത ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ ജിയോങ് മരിക്കുന്നിടത്താണ് ഇപ്പൊ ഫ്രണ്ട് മരിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന ഇവൻ അലറി കരയുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ അവസാനിച്ച് 11 മാസങ്ങൾക്ക് ശേഷം എന്നെഴുതി കാണിച്ച് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നായിക കഷ്ടപ്പെട്ട് നടക്കാൻ കഴിയാതെ ഫിസിയോതെറാപ്പി ചെയ്യുന്നതാണ്. ആളുടെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്. ആള് വീൽ ചെയറിൽ ലിഫ്റ്റിന്റെ അവിടെ എത്തുമ്പോൾ ലിഫ്റ്റ് മൊത്തം ഫുള്ളായിട്ടുണ്ടായിരിക്കും. ഇവളെ കാണുമ്പോൾ ആൾക്കാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല കേട്ടോ. എന്ന ഗായുൻഷി കൂളായി വീൽ ചെയർ അങ്ങ് തിരിച്ച് ലിഫ്റ്റിന്റെ ഉള്ളിലേക്ക് ഇടിച്ചു കയറുകയാണ്. നിങ്ങൾക്ക് കാലിന് പ്രശ്നമില്ലല്ലോ, പുറത്തിറങ്ങിക്കോ, എനിക്കുണ്ട് എന്ന് പറഞ്ഞാണ് ഇവൾ കയറുന്നത്.
പുറത്തിറങ്ങുന്ന ഇവള് മഴ കാരണം ബസ് സ്റ്റോപ്പിൽ ബ്ലോക്കായി നിൽക്കുകയാണ്. ഈ സമയത്ത് ഇവൾ തന്റെ സെക്രട്ടറിയും മാനേജറും ചിരിച്ചുകൊണ്ട് ഒരു കുടക്കീഴിൽ വരുന്നത് കാണുകയാണ്. ഇവളെ കാണുന്ന ഇവര് ഇവളുടെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. സെക്രട്ടറി ആണെങ്കിൽ ബുക്കിന്റെ ഫൈനൽ കോപ്പി വിൽക്കാൻ നേരം വൈകിയതാണെന്ന് പറയുമ്പോൾ ഗായുൻഷി, നിങ്ങൾ എന്റെ ബുക്കിന്റെ കാര്യത്തിന് ഹെൽപ്പ് ചെയ്തതല്ലേ, നല്ല കാര്യം എന്ന് പറഞ്ഞു പോകാൻ നോക്കുകയാണ്. ഇവർ ഇവളെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും ഞാൻ ഒറ്റയ്ക്കല്ലേ വന്നത്, എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അറിയാമെന്ന് പറഞ്ഞ് ഗായുൻഷി അവിടെ നിന്നും പോകുന്നു. എന്നാൽ ഇവളെ ഫോളോ ചെയ്ത് വീട് വരെ എത്തുന്നുണ്ട് കേട്ടോ. അതായത് ഈ മാനേജർ ഉണ്ടല്ലോ, ആളുമായി ഈ ഗായുൻഷി റിലേഷനിലാണ്. ഇവനാണെങ്കിൽ അച്ഛനും അമ്മയും നിന്നെ മീറ്റ് ചെയ്യാൻ പിന്നെ വരാമെന്നാ പറഞ്ഞേ എന്ന് കേൾക്കുന്ന ഗായുൻഷി, അവർക്ക് എന്നെ ഒരിക്കലും അവരുടെ മരുമകളായി അംഗീകരിക്കാൻ കഴിയില്ല, എനിക്ക് കുഴപ്പമുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്ന് പറയുന്നു. ഇവൻ അതിന് സമ്മതിക്കാതെ വരുമ്പോൾ, നീ എൻ്റെ വെറും ഒരു മാനേജറാണ്, നമ്മൾ തമ്മിലുള്ള റിലേഷൻ ശരിയല്ല എന്നൊക്കെ കുറച്ച് റൂഡായി സംസാരിച്ച് പാവം അവനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ നോക്കുന്നു. ഇവനാണെങ്കിൽ നിനക്ക് മാത്രമല്ല എനിക്കും വിഷമമുണ്ട്, അതെന്താ മനസ്സിലാക്കാത്ത എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇവൾ റൂമിൽ കയറി കരയാണ്. അവിടേക്ക് വരുന്ന ഇവളുടെ സെക്രട്ടറി, അവൻ എന്തുമാത്രം നിനക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് അറിയൂ, നീ എന്താ അങ്ങനെ ചെയ്തത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൾ സെക്രട്ടറിയോടും നന്നായി ചൂടാവുകയാണ്. സെക്രട്ടറി ആണെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, നിന്റെ കാല് മാത്രമല്ല ഹൃദയവും തകർന്നിരിക്കുകയാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുന്നു. ഗായുൻഷി ആണെങ്കിൽ കരഞ്ഞുകൊണ്ട് അവളുടെ പട്ടിക്കുട്ടി കിടക്കുന്ന ബെഡിലേക്ക് നോക്കുകയാണ്. അവിടെ അവളുടെ പട്ടിക്കുട്ടി ഉണ്ടാവില്ല കേട്ടോ. തൊട്ടടുത്ത് പട്ടിക്കുട്ടിയെ മിസ്സായി എന്ന് പറഞ്ഞെഴുതിയിരിക്കുന്ന കുറെ പോസ്റ്ററുകൾ കാണിക്കുന്നുണ്ട്. ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഇതേ പട്ടിക്കുട്ടി നമ്മുടെ നായകന്റെ അടുത്തിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഇവൻ അതിനെ മാറു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെയാ അവളുടെ പട്ടിക്കുട്ടി ഇവന്റെ അടുത്ത് എത്തിയതെന്ന് ഒരു പിടിയില്ല. നെക്സ്റ്റ് ഡേ ജിയും ഓഫീസിലെത്തുമ്പോൾ മരിച്ചുപോയ ഇവന്റെ ഫ്രണ്ട് ലീസ് അങ്ങ് വന്ന് ഇവൻ എന്നത്തെയും പോലെ കഴുത്തിൽ പിടിക്കുന്നതും എവിടെ നോക്കിയാലും ഫ്രണ്ടിനെ മാത്രമാണ് ഇവൻ കാണുന്നത്. ഇതെല്ലാം ഓർത്ത് ഇവനാകെ ഡിപ്രസ്ഡ് ആയി പോകുമ്പോൾ ഇവന്റെ ബോസ് ഇവനെ വിളിക്കുകയാണ്. അതായത് ഫ്രണ്ട് മരിച്ചതിന് ശേഷം 10 മാസമായിട്ട് ഇവൻ ഓഫീസിൽ വന്നിട്ടില്ല, ഇന്നാണ് ഇവൻ എത്തുന്നത്, ഇങ്ങനെ പോയാൽ എങ്ങനെയാ ശരിയാവുക, ഇനിയും ജീവിച്ചല്ലേ പറ്റൂ എന്നൊക്കെ സാറ് പറയുന്നുണ്ടെങ്കിലും ജിയോങ് എവിടെ നോക്കിയാലും എനിക്ക് ലീസെങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ, അതുകൊണ്ട് എനിക്കിവിടെ ഇനി വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇവന്റെ രാജിക്കത്ത് കൊടുക്കുകയാണ്. എന്നാൽ സാർ ഇവനോട്, നീ മര്യാദയ്ക്ക് നിന്റെ കൗൺസിലിംഗ് ഒക്കെ കംപ്ലീറ്റ് ആക്ക്, അപ്പോഴേക്കും നിന്റെ മൈൻഡൊക്കെ സെറ്റ് ആവും, അല്ലെങ്കിൽ എനിക്ക് ഷ്യാൻ ക്ലിനിക്കിലെ ഒരു സൈക്കാട്രിസ്റ്റിനെ അറിയാം, ആൾ അടിപൊളിയാണ്, നീ ആളുടെ അടുത്തേക്ക് പോകൂ, അപ്പോയിൻമെന്റ് ഒക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ നിനക്കൊരു അപ്പോയിൻമെന്റ് ഒപ്പിച്ചു തരാമെന്ന് പറയുന്നുണ്ടെങ്കിലും ഇവൻ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്നും പോവുകയാണ്. നെക്സ്റ്റ് സീനിൽ ജിയോങ് അവൻ മാറൂനായിട്ടിരിക്കുമ്പോൾ അവനൊരു കോള് വരികയാണ്. അതൊരു സ്ത്രീ ആയിരിക്കും. ഇവൻ കോൾ എടുക്കുന്നതും ഈ സ്ത്രീ നാളെ രാവിലെ 11:36 സോളിലെത്തുന്ന 387 പേരടങ്ങുന്ന ട്രെയിൻ ആക്സിഡന്റ് ആകും, 58 പേർക്ക് പരിക്ക് പറ്റും, 2 പേരും മരിക്കുമെന്ന് പറയുന്നത് കേട്ട് ജിയോങ് അതിന് ഞാനെന്താ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ നമുക്കിനി ഇതിനെപ്പറ്റി നാളെ ഇത് നടന്നതിന് ശേഷം സംസാരിക്കാമെന്ന് പറഞ്ഞ് കോള് കട്ടാവുന്നു. അങ്ങനെ ആ സീൻ അവിടെ അവസാനിച്ച് നെക്സ്റ്റ് ഡേ മോർണിംഗിലെ ജിയോങ് എണീക്കുന്നതാണ് കാണിക്കുന്നത്. ഇവന്റെ റൂം മൊത്തം അലങ്കോലായിട്ട് കിടക്കുന്നത് കാണിക്കുന്നതിലൂടെ ഇവന്റെ ഇപ്പോഴത്തെ ലൈഫ് ഏകദേശം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ TV ഓൺ ചെയ്യുന്ന ഇവൻ ന്യൂസിൽ പെട്ടെന്ന് കാണുന്നത് നേരത്തെ ഫോൺ വിളിച്ച ആ സ്ത്രീ പറഞ്ഞ അതേ ആക്സിഡന്റ് നടന്നു എന്നാണ്. ഇത് കണ്ട് ഇവന്റെ കിളി പോവുകയാണ്. ആ ടൈമിൽ തന്നെ ഇവൻ ആ സ്ത്രീയുടെ കോള് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ എന്ന് ആ സ്ത്രീ ചോദിക്കുമ്പോൾ നിങ്ങളാണോ ഇത് ചെയ്തത് എന്നാണ് ജിയോങ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ഈ സ്ത്രീ, ഞാനിത് ചെയ്തു എന്നാണോ നിനക്ക് മനസ്സിലായത്, അങ്ങനെയെങ്കിൽ ആ ട്രെയിനിൽ 387 പേരുണ്ടായിരുന്നുവെന്നും 2 പേര് മരിച്ചു, 58 പേർക്ക് പരിക്ക് പറ്റിയെന്നൊക്കെ എനിക്കെങ്ങനെ അറിയാൻ കഴിയുമെന്ന് ഈ സ്ത്രീ തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ആ ട്രെയിനിൽ എത്ര പേരുണ്ടായിരുന്നുവെന്നും ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഇതുവരെ ന്യൂസിൽ പോലും റിപ്പോർട്ട് വന്നിട്ടില്ല. ഈ സ്ത്രീ ഇത് പറഞ്ഞു കഴിയുമ്പോഴാണ് ന്യൂസ് റിപ്പോർട്ടർ ആ കണക്കൊക്കെ പറയുന്നത്. ഇത് കേൾക്കുന്ന ഇവന്റെ കിളി മൊത്തം വീണ്ടും പോവുകയാണ്. ഈ സ്ത്രീ ആണെങ്കിൽ ഇതെന്റെ സ്പെഷ്യൽ പവർ ഒന്നുമല്ല, എൻ്റെ സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആണ്, എനിക്കൊരു പ്രത്യേക ദിവസം എത്തുമ്പോൾ പാസ്റ്റിലേക്ക്, അതായത് ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്ന് പറയുന്നു. ഇവനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇതൊക്കെ എന്നോട് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ടോ, ഉണ്ടെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഷ്യാൻ ക്ലിനിക്കിൽ എത്തണമെന്ന് പറയുമ്പോഴാണ് ഇവന് പെട്ടെന്നൊരു കാര്യം ഓർമ്മ വരിക. അതായത് നേരത്തെ ഇവന്റെ ബോസ് പറഞ്ഞില്ലേ ഒരു ക്ലിനിക്കിലേക്ക് പോകാൻ, ആ ക്ലിനിക്കിന്റെ പേരും ഇത് തന്നെയായിരുന്നു. ഇവൻ ആ ക്ലിനിക്കിനെ പറ്റി ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നതാണ് പിന്നീട് കാണിക്കുന്നത്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവൻ ഈ ക്ലിനിക്കിൽ എത്തുകയാണ്. വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഈ ക്ലിനിക്കിന്റെ ഉള്ളിൽ വൻ സെറ്റപ്പാണ്, കുറെ ജോലിക്കാരൊക്കെ ഉണ്ടായിരിക്കും. ഒരു സ്ത്രീ വന്ന് ജിയോങ്ങിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഈ സമയത്ത് ഇവൻ അവിടെ നായികയെ കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇവളാണ് ഇവൻ വായിക്കുന്ന കോമിക് ബുക്ക് എഴുതുന്ന എഴുത്തുകാരി എന്നും ഇവളുടെ ഓട്ടോഗ്രാഫ് വാങ്ങാനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഇവളുടെ ഫേസ് ഇവൻ കണ്ടിട്ടില്ല. അങ്ങനെ 2 പേരും ഉള്ളിലേക്ക് പോകുന്നു. ഇതേ സമയം ഒരു സ്റ്റാഫ് വന്നൊരു സ്ത്രീയോട് എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു ലേഡി നടന്നു വരുന്നത് കാണിക്കുന്നു. ഈ ലേഡിയുടെ ഫേസ് കാണിക്കുന്നില്ല, അതായത് ഈ മാസ് എൻട്രി ഒക്കെ നടത്തുന്ന ഹീറോയുടെ പോലെ. ഈ ലേഡി വരുന്നതിനോടൊപ്പം തന്നെ ഈ ക്ലിനിക്കിലെത്തിയ മറ്റാളുകളെയും കാണിക്കുന്നുണ്ട്. അതായത് നായകനും നായികയും മാത്രമല്ല ഇവിടെ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഈ ലേഡി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അടുത്തെത്തി ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് ലീഷൻ എന്നാണ്, ഞാൻ ഈ ക്ലിനിക്കിലെ സൈക്കാട്രിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ വന്നിരിക്കുന്ന ഒരു ലേഡി, നിങ്ങൾ ആ ഫോണിലൂടെ പറഞ്ഞ
പറഞ്ഞത് ശരിയാണോ? ശരിക്കും ഞങ്ങൾക്ക് പാസ്റ്റ് ലൈഫിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും കഴിയും, പക്ഷേ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോയി ആദ്യം മുതൽ നിങ്ങളുടെ ലൈഫ് സെറ്റാക്കാൻ കഴിയും. ഞങ്ങളിതിനെ വിളിക്കുന്നത് റീസെറ്റ് എന്നാണ് എന്നീ സ്ത്രീ പറയുന്നതിലൂടെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു.